ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ആവിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. റവയും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതിവിടെ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്കായ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1-2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ്നെസ് കുറവായിരിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിവിടെ അടച്ച് വെക്കാം. 5-10 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് അടച്ച് മാറ്റി വെച്ചാൽ മതി. ആ ഒരു സമയത്ത് ഒരു പാനിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പോളം ചിരകിയ തേങ്ങ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ കരിഞ്ഞൊന്നും പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം അധികം കൂട്ടി വെക്കാൻ പാടില്ല. തേങ്ങയുടെ കളർ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ടൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി തട്ടിലോ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലതുപോലെ തന്നെ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം കുറച്ചൊന്ന് പൊങ്ങി വരും, നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കാരണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരം നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂട് പോകുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ ഇതിൻ്റെ ചൂടൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്ലേറ്റിൽ നിന്ന് ഇളകി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ അടിവശമൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. കണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. റവയും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാകുന്നതാണ്. അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.